Hi all, welcome to Travel Business. It's me, Shamsad PK. Travel Business ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ചാണ്. ഗൂഗിൾ ഡ്രൈവ് എന്താണെന്നുള്ളത് ഒട്ടുമിക്ക സംരംഭകർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും അത് പലരും ഉപയോഗിക്കാതെ പോകുന്നുണ്ടാവും. അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഉപയോഗപ്രദമാക്കാവുന്ന ഒരു സംവിധാനമാണ് ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവ് നമുക്കറിയാം, നമുക്കൊരു സ്റ്റോറേജ് ഗൂഗിൾ തരികയാണ്. 15 GB ആണ് ഒരു ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ഈ 15 GB സ്പേസിൽ നമുക്ക് എന്ത് ഡോക്യുമെൻ്റ് വേണമെങ്കിലും, നമ്മളുടെ എന്ത് ഫയലുകൾ വേണമെങ്കിലും നമുക്കതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്കറിയാം, ഒരു പെൻഡ്രൈവ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള സ്റ്റോറേജ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ഫയലുകൾ നഷ്ടമാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പെൻഡ്രൈവ് മിസ്സാവാം, അതല്ല പെൻഡ്രൈവിൽ തന്നെ വല്ല വൈറസുകളോ കാര്യങ്ങളോ കയറി കഴിഞ്ഞാൽ അതിലുള്ള ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ അത് നഷ്ടമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് സിസ്റ്റത്തിലെ സ്റ്റോറേജ് ആയാലും മൊബൈലിലെ സ്റ്റോറേജ് ആയാലും ഒക്കെ സംഭവിക്കും. എന്നാൽ ഗൂഗിൾ ഡ്രൈവിൽ നമ്മളൊരു ഫയൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫയൽ നമുക്ക് എവിടെ നിന്നുകൊണ്ടും എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ജസ്റ്റ് ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ ഫയൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട നമുക്ക് എപ്പോഴും ഇടയ്ക്ക് ആവശ്യം വരുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും നമുക്ക് ഈ ഗൂഗിൾ ഡ്രൈവിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്കത് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും അതല്ലെങ്കിൽ നമുക്ക് ഇനി വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സെൻഡ് ചെയ്ത് കൊടുക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് ഒരു സംരംഭകനെ സംബന്ധിച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപകാരപ്രദമാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഡ്രൈവ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ജസ്റ്റ് നമുക്ക് സ്ക്രീനിൽ കാണാം. സ്ക്രീനിലേക്ക് പോകാം. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ അക്കൗണ്ടുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിളിൽ സൈനപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സൈൻ ചെയ്തിട്ടുള്ള ആർക്കും ഗൂഗിൾ ആപ്സിൽ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു സൗകര്യം ലഭ്യമാണ്. ഗൂഗിൾ ഡ്രൈവ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫയലുകളെല്ലാം സേവ് ചെയ്ത് വെക്കാൻ, ഒരു ഡ്രൈവിൽ സേവ് ചെയ്ത് വെക്കാൻ. നമുക്കിപ്പോൾ പെൻ ഡ്രൈവ് ഉണ്ട്, അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഡാറ്റ സ്റ്റോറേജ്, ഇതിലൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം, നമ്മുടെ സിസ്റ്റത്തിലുള്ള സ്റ്റോറേജ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ഫയൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെ നിന്നുകൊണ്ടും നമുക്ക് ആ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ടിലാണിത് സേവ് ആവുന്നത്, ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡ്രൈവിൽ. അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുന്നത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ എടുക്കാനോ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡെമോക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് കാണിച്ചിരുന്നത്. ട്രാവൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ജിമെയിൽ അക്കൗണ്ടാണ്. ഇതിൽ ട്രാവൽ ബിസിനസ്സിൻ്റെ ലോഗോ, അതുപോലെ തന്നെ അതിൻ്റെ പോസ്റ്റർ ഡിസൈനുകൾ, കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു സംരംഭത്തെ സംബന്ധിച്ച് ആ സംരംഭത്തിൻ്റെ അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, GST സർട്ടിഫിക്കറ്റ്, ലൈസൻസുകൾ, മറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഒരു ഡ്രൈവിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്കത് ആവശ്യം വരുന്ന സമയത്ത് ജസ്റ്റ് സൈൻ ചെയ്ത് ഈ ഡ്രൈവിൽ നിന്ന് അതെടുത്ത് നമുക്കത് എന്താണ് ആവശ്യം അതിന് ഉപയോഗിക്കാവുന്നതാണ്. ചിലപ്പോൾ അത് പ്രിൻ്റ് ചെയ്യാനാവാം, അല്ലെങ്കിൽ അത് വേറൊരാൾക്ക് അയച്ചു കൊടുക്കാനാവാം. അപ്പോൾ അങ്ങനെയുള്ള പല ആവശ്യങ്ങൾ വരും. അപ്പോൾ ആ സമയത്ത് നമുക്കത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈവിൽ ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസി ആവും, സമയം കുറേ നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രൈവ് എന്താണെന്നുള്ളത് ജസ്റ്റ് ബിസിനസ്സുകാർക്ക് എന്താണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗൂഗിൾ ഡ്രൈവ് എന്താണെന്നുള്ളതും അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളതും അത് ഉപയോഗിക്കുക എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രാവൽ ടു ബിസിനസ് ബ്ലോഗിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വായിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു.